ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ പിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഗംഭീര പണികളായിരുന്നു രാവിലെ ഉണ്ടായിരുന്നത്. മുറ്റം ഫുള്ള് ഞാൻ അടിച്ചു വാരി. അതിനുശേഷം കുളിച്ചു. അതിന് കുളിക്കാൻ പോകണേക്കാൾ മുമ്പ് ഞാൻ ഇഡ്ഡലി അടപ്പത്ത് വെച്ചിട്ട് പോയി. അപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കല്ലേ സെറ്റ് ആവുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലിയൊക്കെ അടപ്പത്ത് വെച്ചിട്ട് പോയി. ഇഡ്ഡലിയൊക്കെ സെറ്റായിട്ട് ഇനി ചട്നി ഉണ്ടാക്കണം. അടപ്പത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഓശാന എല്ലാ ദിവസമല്ല, ഓശാന ഞായർ നല്ല രസമായിരിക്കും. നല്ല രസമാണ് പള്ളിയിലൊക്കെ പോകാൻ. ഞങ്ങളുടെ ലാലൂർ, എൻ്റെ അമ്മയുടെ വീട് ലാലൂരാണല്ലോ, അരുണാട്ടുകര. അപ്പോൾ ആ ഭാഗത്ത് എന്തെന്ന് വെച്ചാൽ ഈ ഓശാന, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന് തരും. പിന്നെ പള്ളിയിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ, പള്ളിയിലേക്കുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോവുക. അപ്പോൾ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ അരുണാട്ടുകര, ലാലൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ എല്ലാവരും അവരവരുടെ ഒരു ഗ്രൂപ്പ്, അതായത് നമ്മൾ ഹിന്ദുക്കളെല്ലാവരും, നമ്മുടെ അയൽപക്കത്തുള്ള ഹിന്ദുക്കളെല്ലാവരും ഈ ഒരു ഓണം, വിഷു എന്നൊക്കെ വരുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ഫുഡ് കൊണ്ടുപോകും. അതേപോലെ വിഷു, പിന്നെ അവരുടെ ഈ ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഓരോരോ അവർക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ്. പിന്നെ അയൽപക്കം ഭയങ്കര സ്നേഹമാണ്, നല്ല സ്നേഹത്തിലുള്ളവരാണ്. ഇപ്പോഴും അത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്കിപ്പോൾ അവിടെ വീടില്ല, അപ്പോൾ ഞങ്ങളതൊക്കെ ഡിസ്പോസ് ചെയ്തു. അപ്പം പക്ഷേ ഇപ്പോഴും ഞാൻ എന്നെ സംസാരിക്കും, നമ്മൾ കാണുമ്പോഴൊക്കെ അതൊക്കെ അപ്പോൾ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ ഉഷ്ണിച്ചിട്ട് പോയിടോ, ഉഷ്ണിക്കുക എന്ന് പറഞ്ഞ ഒരു കയ്യിൽ നിന്ന് അപ്പുറത്തെ കയ്യിലേക്ക് ഞാൻ പിടിച്ചിരിക്കുക. എൻ്റെ ഈ ടീഷർട്ട് ഉണ്ടല്ലോ, ഈ ടീഷർട്ട് ഒരുപാട് പേർക്ക് ഞാനിപ്പോൾ കാണുന്നുണ്ട് കേട്ടോ. മാക്സിന്ന് അങ്ങോട്ടാണ് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചത് തോന്നണു. പുത്തേറ്റ് ട്രാവൽ വ്ളോഗ് അങ്ങനെയൊക്കെയുള്ള അവരുടെയൊക്കെ വ്ളോഗുകളിൽ ഞാൻ കാണാറുണ്ട്. ഞാൻ വെയിൽ വരുമ്പോഴേക്കും ഞാനൊരു 6:30-6:45 അടിച്ച് വാരി. ശരിക്കും അവന് 8 മണി വരെ മുറ്റടിക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ടോ മുറ്റടിച്ച് വാരിയിട്ട് ഞാൻ. അപ്പോൾ അടിച്ച് വാരി എല്ലാം വൃത്തിയാക്കിയിട്ടു. അപ്പോൾ ഞാൻ ഇഡ്ഡലി വെന്തതിന് ശേഷം എന്നിട്ട് വന്നപ്പോഴാണ് ഇഡ്ഡലിയൊക്കെ വെച്ച് പോയി പറഞ്ഞിട്ട് വന്നിട്ട് അത് കമഴ്ത്തിയിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് വെച്ചിരിക്കുക കേട്ടോ. ആ വീട്ടിൽ ആരോ എന്തോ കളയ്ക്കുന്നുണ്ട്. എല്ലാവരും ഇവിടെ ഓഫീസില്ലാത്ത ദിവസം എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്തിരിക്കും, എൻ്റെ ചേട്ടൻ്റെ പോലെ തന്നെ. അങ്ങനെ നല്ലൊരു രസമുള്ള ഇതാണ്. പിന്നെന്താടോ, പിന്നെ ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഡേ ആണ് കേട്ടോ. നല്ലൊരു രസമാണ്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ദിവസം, അധികം പണികളില്ലാത്ത ഒരു ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്നലെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അധികം പണികളില്ല, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉള്ള ചോറും കാര്യങ്ങളൊക്കെ ഞാനൊരു വേറൊരു രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇന്നായിട്ട് കളിക്കാൻ പോയി, രാവിലെ തന്നെ കളിക്കാൻ പോയി. അപ്പോൾ ആ കളിയൊക്കെ കഴിഞ്ഞ് ആൾ വരട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് ചൂടറിയോ എന്നൊന്ന് നോക്കാം കേട്ടോ. കിച്ചണിൽ പോയിട്ട് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്ന് നമ്മൾ ഇങ്ങനെ വിട്ടുപോകുമല്ലോ. വിളക്കൊക്കെ അണക്കൽ കഴിഞ്ഞു കേട്ടോ. വിളക്ക് അണക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മേശപ്പുറത്തേക്ക് നോക്കിയതാണ്. അതാ എൻ്റെ ഇഡ്ഡലി ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ ഇഡ്ഡലി ചിലത് കമത്തി വെച്ചു. ഞാൻ നെറ്റിൽ കണ്ടതാണ് കമത്തിയൊക്കെ വയ്ക്കണത്. കമത്തി വയ്ക്കുമ്പോൾ ഇഡ്ഡലിയുടെ ഭംഗിയൊക്കെ പോണ പോലെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം അറിയില്ല, തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിട്ടും. ഞാൻ ചട്നി ഉണ്ടാക്കണം. ചട്നി ഇപ്പം ഉണ്ടാക്കുന്നില്ല, ഏട്ടൻ വരുന്ന സമയത്തേക്ക് നോക്കിയിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ വിയർക്കണ നല്ലതാണ്. ഞാൻ അതനുസരിച്ച് വെള്ളവും കുടിക്കണം കേട്ടോ. നമ്മൾ ഈ ചൂടും കാലങ്ങളൊക്കെ ആയ കാരണം കേട്ടോ ചെയ്യുമ്പോഴേക്കും നമ്മൾ വീഡിയോ എടുക്കുന്ന എന്നുള്ള എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് വീഡിയോ എടുക്കാന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ വിട്ടുപോവാണ്. ഈ ചൂട് കൂടിയിട്ട് അയ്യോ അപ്പോഴേക്ക് ക്യാമറ എടുക്കാൻ പോകാനൊക്കെ മറന്നു പോകും നമ്മള്. പക്ഷെ ഇപ്പൊക്കെ സെറ്റായി തുടങ്ങിട്ടോ. നല്ല ചൂടല്ലേ ഇടോ. കുറേ നേരം ഇപ്പം ഞാൻ ഫാനിൻ്റെ ചൂടിൽ ഇരുന്നപ്പോൾ സമാധാനം കിട്ടി. കുളി കഴിഞ്ഞ് വരുമ്പോൾ കുളിക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ചട്നിയാണ് ഉണ്ടാക്കാനുള്ളത്. ചട്നി ഉണ്ടാക്കാനായിട്ട് പോവാം. നമുക്ക് ഈ ചട്നി ഉണ്ടാക്കി വെക്കണം.
അപ്പോൾ ചേട്ടൻ വരുമ്പോഴേക്കും ഒരു ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. അത് എന്താ പറയുക, ചേട്ടന് നാളികേരം ചട്നി എപ്പോഴും എന്തിനാ എന്നോട് ചോദിക്കുക, എന്തിനാ എപ്പോഴും നാളികേരം ചട്നി എന്നൊക്കെ പറഞ്ഞോണ്ട് ഏത് നേരം എല്ലാ കറിയിലും എന്തിനും നാളികേരം എപ്പോഴും കഴിക്കുന്നത് ആൾക്ക് വലിയ താല്പര്യമില്ല. നമുക്കും ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കണതൊന്നുമല്ല നാളികേരം. പക്ഷെ ഒരു കറി നമ്മൾ പറയില്ലേ, ജീവിതം നമ്മളൊന്ന് പിശുക്കും കാഴ്ചയൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ച് പിശുക്കുമ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ പരിപ്പ് അധികം ചേർക്കണ്ട, കുറച്ച് ഒരളവിന് പരിപ്പെടുത്താതെ, അല്ലെങ്കിൽ ധാരാളം പരിപ്പൊക്കെ ചേർത്ത് കുറുകി വരണം, അല്ലെങ്കിൽ കുറുകാനുള്ള കാര്യങ്ങൾ ഉരുളൻകിഴങ്ങ് അത് ഇതൊക്കെ ചേർക്കണം. അതൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പൊ നാളികേരം കുറച്ചുണ്ട്. അപ്പൊ നാളികേരം അത് അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതായില്ലോ, സുഖമായില്ലോ. അപ്പൊ കുറച്ച് നാളികേരം ഇടാന്ന് വിചാരിച്ചു. എപ്പോഴും എനിക്ക് നാളികേരം ചട്നി എങ്ങനെയാണെന്നറിയോ, ഹോട്ടലിലത്തെ ചട്നി. അതിന് വേണ്ടി ഞാൻ ഇന്ന് കുറച്ച് പൊട്ടുകടലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ കല്യാണിൽ പോയി പറഞ്ഞില്ലേ, കല്യാണിൽ പോയപ്പോൾ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അവര് ചിലപ്പോൾ സമ്മതിക്കില്ല, പിന്നെ അലമ്പാവും. ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ചട്നിയൊക്കെ പിന്നെ ഉണ്ടാക്കി ഇന്ന് ചട്നി ഇത്തിരി കൂടിയാലും നമുക്ക് പ്രശ്നമില്ല. കാരണം അത് നമുക്ക് പിന്നെ വേറെ നാളെ എടുക്കാം. ഇനി എന്നും എല്ലാ ദിവസത്തേക്കുള്ള ഒരു ആഴ്ചത്തേക്കുള്ള ദോശയും ഇഡ്ഡലിക്കുള്ള മാവ് അരച്ച് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അങ്ങനെ അങ്ങോട്ട് ആവട്ടെ വിചാരിച്ചു കുറച്ച് എടുത്തു. ഇതിപ്പോ ഇപ്പൊ പണ്ടത്തെ പോലെ വലിയ നാളികേരല്ല നമുക്ക് ഉണ്ടാവണതേ. അപ്പൊ അതിൻ്റെത് നമുക്ക് ആ കാരണം കുഞ്ഞു നാളികേരാകുമ്പോ ചേട്ടൻ്റെ വിചാരം നാളികേരം ശരിക്കും അപ്പൊ ഉള്ളിലില്ല. അപ്പൊ ചിലപ്പോ ഒരു കറിയിലേക്കോ അല്ലെങ്കിൽ 2 കറിയിലേക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ കഴിയും. മുളക് പൊടി ചേർത്തു കുറച്ച്. ഇനി ഞാൻ കുറച്ച് പുളി, നമ്മുടെ സാധാരണ ഒരു കോൽപ്പുളിയില്ലേ, സാധാരണ പുളി, അപ്പം അത് കുറച്ച് ചേർക്കാം. ഇത്തിരി പുളി നല്ലതാ, കുറച്ച് പുളി ചേർക്കാം. നാളികേരം ചേർത്ത് ഉപ്പ് ചേർത്തു. മുളക് പൊടിയാണ് കേട്ടോ, പച്ചമുളക് ഇല്ല, അതുകൊണ്ട് മുളക് പൊടിയാണ് നമ്മൾ ചേർക്കണത്. അപ്പം അത് ചേർത്ത് വെച്ചിട്ടുണ്ട്. എടുക്കണത് അപ്പം അങ്ങനെ എടുത്ത് വയ്ക്കുക ഏറ്റവും നല്ലതടോ. ഇനി ഇതിൽ വേറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ എവിടെയോ എടുത്ത് വെച്ചാൽ ഞാൻ പോയാലും മറന്നുപോയി. അന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അണ്ടിവയ്പ്പ് മേടിച്ചോളൂ. മാസാവസാനമായ കാരണം കയ്യിലെ തുട്ടുകൾ വേണ്ടേ, കയ്യില് നമുക്ക് ആവശ്യത്തിനൊക്കെ മേടിക്കാൻ വേണ്ടി. അപ്പൊ കാരണം കുറച്ച് മേടിച്ചോളൂ. ഇനി ആവശ്യം ഇനി ഈ മാസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നല്ല രസമുണ്ട്. ചീനച്ചട്ടി അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതാണ് നമ്മുടെ വേപ്പിൻ്റെ ഇല ഉണ്ട്. ഞാൻ എടുക്കട്ടെ, ഫ്രിഡ്ജിലായിരിക്കാൻ. ഇതാ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും നമുക്ക് ഒഴിക്കേണ്ട ആവശ്യം വേണ്ടിയില്ല. പെട്ടെന്ന് ഞാൻ വേപ്പിൻ്റെ ഇല എടുക്കാൻ പോകുമ്പോഴേക്കും ചീനച്ചട്ടി ഒന്ന് ഒത്തിരി ചൂടായിട്ടുണ്ട് കേട്ടോ. കടുകിൽ തുള്ളി പോലും വെള്ളമാവാൻ പാടില്ല കണ്ടോ. നല്ല എരിവോട് കൂടിയിട്ട ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഉള്ളി ചേർത്തിട്ടില്ല, നമ്മൾ ഉള്ളി ഇന്ന് ചേർത്തില്ല. അങ്ങനെ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട്. ഉള്ളിയുടെ സ്മെല്ല് ഇപ്പം എനിക്ക് അങ്ങോട്ട് ചട്നിയിലെ ചില സമയത്ത് പിടിക്കുന്നില്ല. ഞാനിത് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ കുറേശ്ശെ ആവശ്യത്തിന് ചട്നിയിൽ പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത് അധികം തിളയ്ക്കാനൊന്നും പാടില്ല കേട്ടോ. ചൂടാവാൻ മാത്രമേ പാടുള്ളൂ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ചട്ടീനെടുത്ത് മാറ്റും വേണം നമ്മള്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത്രയും കൂടി വേണമെങ്കിൽ വെള്ളമാക്കാം. ഞാൻ ഒഴിക്കുമ്പോൾ ചിലപ്പോഴേ ഇത്തിരി വെള്ളത്തോട് കൂടിയിട്ട് ഇങ്ങനെ
ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇങ്ങോട്ട് ഒഴുകി പോകണം. അതാണ് അതിൻ്റെ ഒരു ഇത്തിരി കൂടി ഉപ്പ് ചേർക്കാൻ വേണമെങ്കിൽ. ഇത്തിരി ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. ഉപ്പ് ഇത്തിരി കുറവുള്ള പോലെ തോന്നി. തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല അങ്ങ് ഇളക്കി എടുക്കാം. ഇതാണ് അടിപൊളി ചട്നി കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളുടെ ചട്ടിണി. നല്ല ടേസ്റ്റാണ് കേട്ടോ. മുളക് പൊടി ഇത്തിരി നന്നായി ചേർക്കണം. എന്നിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി വേണ്ട, ഉപ്പുപൊടി, പുളി, നാളികേരം, വേപ്പിൻ്റെ ഇല, ഇത് മാത്രം. ഇതേ തിളച്ച് വരുന്ന അടുഭാഗത്ത്. അപ്പം നമ്മളിങ്ങനെ ഇളക്കി അങ്ങ് കൊടുക്കണം. ഇനി തിളയ്ക്കാൻ പാടില്ല കേട്ടോ, തിളയ്ക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ്, തിളച്ച് കഴിഞ്ഞാൽ നാളികേരത്തിൻ്റെ ടേസ്റ്റ് പോവും. എന്നിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ അതുകൊണ്ട് വേണ്ടത് നമുക്ക്. നാളികേരം ചമ്മ എന്നിട്ട് ഇങ്ങോട്ട് ഇഡ്ഡലിയിൽ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കഴിക്കാം. എല്ലാം അണ്ടിപരിപ്പ് ചേർക്കണ്ടേ, മസ്റ്റ്. അങ്ങനെ ചട്നിയൊക്കെ റെഡി ആയിട്ടോ. ചട്നിയൊക്കെ റെഡി ആയതിന് ശേഷം അത് ഒരു പാത്രത്തിലേക്ക് അപ്പം തന്നെ ഒഴിച്ച് വയ്ക്കുകയാണെന്നല്ല, അല്ലെങ്കിൽ നാളികേരം വേകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അപ്പം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് രാവിലത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ. എന്താ ചട്ടിയൊക്കെ മറിഞ്ഞു വീണു, അങ്ങനെയൊക്കെ ആയി. ആ വഴിക്ക് പോണതാണ് കേട്ടോ. അപ്പോൾ ശരി കേട്ടോ, അപ്പോൾ പിന്നെ കാണേ.